വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഇനി പഞ്ച് ഡയലോഗ്. ഇന്ന് രാവിലെ ഫിലിപ്പ് കവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമി ആവേണ്ട എന്നാണ്. അതായത് ഗോവിന്ദചാമിയെപ്പോലുള്ള പരാമർശം സഭയ്ക്കെതിരെ നടത്തരുത് എന്ന് ഫിലിപ്പ് കവിയിൽ പറയുന്നു. ഒരുപക്ഷെ സി പി എം നേതാവിനെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു സഭാ നേതൃത്വം ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത് ആദ്യമായാകാം. ആ വാക്കുകളിലേക്ക്. അതായത് നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി സംസാരിക്കണം. അതിൽ നിന്ന് വില കുറഞ്ഞ സംസാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ തുറന്നു കാണിക്കുന്നത്. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്ന ആള് ഗോവിന്ദചാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ ഒരു നിലപാടുള്ള ആളല്ല. ഒരാഴ്ചയെങ്കിലും അദ്ദേഹം ഒരു നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം നമ്മൾ ഓർത്താൽ മതി. അദ്ദേഹം പറഞ്ഞത് RSS CPM ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിടുവായത്വം എന്നാണ് കൃത്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഈ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ശാസിക്കുന്നതും തിരുത്തുന്നതും കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പഴയ റീലുകളൊന്നും എടുത്തു നോക്കിയാൽ മതി. ഇന്നേക്ക് ഒരു മാസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടുള്ള ഒരു വ്യക്തിത്വമൊന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം എത്രയോ തവണ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപഹാസ്യനായിട്ടുണ്ട്. സ്വന്തം സ്വഭാവ വൈകല്യത്തെ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ പഞ്ച് ഡയലോഗ്. ഇനിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിഷയങ്ങളിലേക്ക് പോകണം. തല്ല് അവിടെ തുടരുകയാണ്. സജി നന്ദിയാട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. സജിയുടെ ഇനിയുള്ള നീക്കം എന്താകും? സിനിമാ സംഘടനകളിൽ പതിവ് പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പോര് അവിടെ മുറുകയാണ്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ തുറന്നടിച്ചു സജി നന്ദിയാട്ട്. ഇന്ന് ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നും ഇതിന് പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും നന്ദിയാട്ട് പറഞ്ഞു. സാന്ദ്ര തോമസിനെ വ്യക്തിപരമായി സാന്ദ്ര പറഞ്ഞ ചില നിലപാടുകളെയാണ് പിന്തുണച്ചതെന്നും നന്ദിയാട്ട് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര നൽകിയ ഹർജികളിൽ എറണാകുളം ജില്ലാ സബ് കോടതി നാളെ വിധി പറയും. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. നവമി, ഇപ്പോൾ സജി നന്ദിയാട്ട് നമുക്കറിയാം ശക്തനായിരുന്നു, എല്ലാ വിഷയങ്ങളിലും നിലപാടുകൾ പറയുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് വല്ലാത്തൊരു തലത്തിലേക്ക് മാറുകയാണല്ലേ? സിനിമാ വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കാൻ കൃത്രിമ രേഖകൾ ചേംബറിന് മുൻപാകെ സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 3 മാസം മുൻപ് നിർമ്മാതാവ് മനോജ് റാസിംഗ് ഫിലിം ചേംബറിന് ഒരു പരാതി നൽകിയിരുന്നു. ഈ മാസം 27-ന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അംഗത്വം ഉപയോഗിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സജി നന്ദിയാട്ടിന്റെ നീക്കത്തെ എതിർത്ത് ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാരോപിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജി നന്ദിയാട്ട് രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള കരാറിൽ പ്രൊപ്പറേറ്റർ എന്ന് എഴുതിപ്പോയി എന്നതാണ് അംഗത്വം റദ്ദാക്കാനുള്ള കാരണമെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. എല്ലാത്തിനും പിന്നിൽ അനിൽ തോമസ് ആണെന്നും സജി നന്ദിയാട്ട് ആരോപിച്ചു. എന്റെ ഇന്നലത്തെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിൽ നിന്നുള്ള എന്റെ മാറ്റി നിർത്തിയതിൽ ഈ അനിൽ തോമസ് ആണ് പ്രധാന പങ്ക് വഹിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശ്രീ സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്ററുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. അന്ന് രാത്രിയിൽ അവിടെ ഒരു ഹോട്ടലിൽ ഈ ഗൂഢസംഘം ഇരുന്ന് ഈ വരുന്ന 27-ാം തീയതി എന്നെ എങ്ങനെ ഫിലിം ചേംബർ പ്രസിഡന്റ് ആക്കാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിക്കെതിരെ താൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായും അധികാരമോഹികളും സാമ്പത്തിക ലാഭം ആഗ്രഹിക്കുന്നവരും സംഘടനയിലുണ്ടെന്നും സജി നന്ദിയാട്ട് തുറന്നടിച്ചു. തനിക്കെതിരെ സജി ഉയർത്തിയ ആരോപണങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അനിൽ തോമസിന്റെ നിലപാട്. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയ വിഷയത്തിൽ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ മേലുള്ള വിധി നാളത്തേക്ക് ഉണ്ടാകും. വ്യാഴാഴ്ചയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടക്കുക. അധിക്ഷേപ പരാമർശം തുറന്ന്
നടൻ വിനായകൻ ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം. അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചത്. ഷാജൻ സ്കറിയുടെ കുടുംബത്തെയും വളരെ മോശമായി പരാമർശിക്കുന്ന വാക്കുകളാണ് ഓഡിയോയിൽ വിനായകൻ ഉപയോഗിച്ചിരിക്കുന്നത്. എടി അപർണേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജനെ എത്തി വന്നതാണ്. അവക്കല്ല, തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും കേട്ടോ, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തൻ്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, ഇതായിരുന്നു അപർണയ്ക്കെതിരെയും ഷാജൻ സ്കറിയയ്ക്കെതിരെ നടത്തിയ അശ്ലീല വാക്കുകൾ വിനായകന്റെ ഭാഗത്ത് നിന്ന്. വിനായകൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഡൽഹിയിൽ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ കണ്ടു. ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പാർലമെന്റ് ഇരുസഭകളും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നു. പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാണ് പാർലമെന്റ് കവാടത്തിന് മുന്നിലും പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ 124 വയസ്സ് പ്രായമുള്ളതായി ആരോപിക്കപ്പെടുന്ന വോട്ടർ മിൻഡ ദേവിയുടെ പേര് ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചാണ് എംപിമാർ പാർലമെന്റിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ചിത്രം ഇനിയും ബാക്കിയുണ്ടെന്നും പോരാട്ടം ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും രാഹുൽ പറഞ്ഞു. इलेक्शन कमीशन जानता है, हम जानते हैं, पहले सबूत नहीं था, अब क्लियरली सबूत है और हम कॉन्स्टिट्यूशन की रक्षा कर रहे हैं. वन मैन वन वोट कॉन्स्टिट्यूशन का फाउंडेशन है और इलेक्शन कमीशन की ड्यूटी है कि वो वन मैन वन वोट इन्फोर्स करे और उन्होंने नहीं किया है, उन्होंने अपनी ड्यूटी नहीं की है. तो हम सिर्फ कॉन्स्टिट्यूशन को प्रोटेक्ट कर रहे हैं, उसकी रक्षा कर रहे हैं, संविधान की रक्षा कर रहे हैं और हम करते रहेंगे, हम रुकेंगे नहीं. അതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായി. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിൽ വിശദമായി ചർച്ച വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധമുണ്ടായത്. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇന്നും ഡൽഹിയിൽ പ്രതിഷേധമുണ്ടാവുകയാണ്. അത് പാർലമെന്റിനകത്തും പുറത്തും. ഇത്തരത്തിലുള്ള ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു മറുപടി കിട്ടും വരെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും പ്രതിഷേധം തുടരുക തന്നെയാണോ കോൺഗ്രസ് നീക്കം? രഞ്ജിത്ത്, പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഓഗസ്റ്റ് 14 ഒരു വലിയ മാർച്ച് ഡൽഹിയിലും അതുപോലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ലോക് തന്ത്ര ബച്ചാവോ മാർഷാൽ മാർച്ച് എന്ന പേരിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ മാർച്ച് നടക്കും. അതിനുശേഷം ഓഗസ്റ്റ് 25 മുതൽ എല്ലായിടത്തും ലോക് തന്ത്ര ബച്ചാവോ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും കള്ളന്മാർ സ്ഥാനമൊഴിയണം, വോട്ട് കള്ളന്മാർ സ്ഥാനമൊഴിയണം എന്ന മുദ്രാവാക്യം ഉയർത്തിയും വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തു. അങ്ങനെ കോൺഗ്രസ് ഈ വിഷയം കൂടുതൽ ശക്തമായി ഉയർത്താൻ ഉള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷേ ചില തിരിച്ചടികൾ വരുന്നത്, ഇന്നിപ്പോൾ കോൺഗ്രസ് മിൻഡ ദേവി എന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ ധരിച്ചാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇവർക്ക് 125 വയസ്സുണ്ട്. അപ്പോൾ ഇത് വ്യാജ വോട്ടറാണെന്ന തരത്തിലുള്ള ആണ് ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത്. പക്ഷേ മിൻഡ ദേവി ഇന്ന് രംഗത്തെത്തി. അവർ ബീഹാറിലെ സിവാൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വോട്ടറാണ്. 1900 എന്നാണ് അവരുടെ ജനന തീയതി ഉണ്ടായിരുന്നത്. ആക്ച്വലി 1990 ആയിരുന്നു.
അപ്പോൾ 9-0 പോയതാണ് ഈ ഒരു അച്ചടിപ്പിശകാണ്, ഇതുപോലെ ഒരു വ്യാജ വോട്ടറായി അവരെ മാറ്റാൻ കാരണം എന്ന് ആക്ഷേപിച്ച് അത് തൻ്റെ തെറ്റല്ല, അത് പ്രിൻറ്റിംഗ് എററാണ്. അപ്പോൾ സ്വാഭാവികമായും തന്നെ ആരാണ് ഈ പ്രിയങ്ക ഗാന്ധി തന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ എന്ന തരത്തിൽ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആളുകളുടെ മുന്നിൽ താനൊരു വ്യാജയാണ് എന്ന തരത്തിൽ ഒരു അപകീർത്തികരമായൊരു പ്രചരണം ഉണ്ടായത് അവരെ വല്ലാതെ ക്ഷുഭിതയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസിന് മറ്റൊരു തിരിച്ചടി ഉണ്ടായത് കെ മേനോൻ എന്നൊരു ചലച്ചിത്ര പ്രവർത്തകൻ തൻ്റെ ക്ലിപ്പുകൾ അനധികൃതമായി ഈ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു വാദവുമായി എത്തി. അത് തൻ്റെ അനുമതിയില്ലാതെയാണ് ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചത് എന്നായിരുന്നു പ്രധാന വാദം. പക്ഷേ കോൺഗ്രസ് അതിനും ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു സാഹചര്യം. ഏതായാലും ഈ പ്രതിഷേധം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമായിരുന്നു. 18-ാം തീയതി വരെ സഭകൾ അഡ്ജേൺ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ BJP പെട്ടെന്ന് തന്നെ ഇപ്പോൾ നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബില്ല്, അതുപോലെ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബില്ല് ഒക്കെ രാജ്യസഭ ഇന്ന് പാസ്സാക്കി. ഇൻകം ടാക്സ് നമ്പർ 2 ബില്ലുകൾ പാസ്സാക്കി. ലോക്സഭയാകട്ടെ ടാക്സേഷൻ ലോ അമെൻഡ് ബില്ല് ലോക്സഭ നേരത്തെ പാസ്സാക്കിയ ബില്ലുകൾ ഇന്ന് രാജ്യസഭയും പാസ്സാക്കി. ലോക്സഭയിൽ മിനറൽസ് ആൻഡ് മൈൻസ് ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബില്ല് ഇന്ന് വന്നു, അതും പാസ്സാക്കി. അപ്പോൾ ഈ ബഹളത്തിനിടയിൽ പെട്ടെന്ന് ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്ന രീതിയും ഒരു വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ഈ വോട്ട് ചോരി എന്ന വിഷയം കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിൽ തെരുവുകളിൽ ഉന്നയിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സംസ്ഥാന